കോവയ്ക്കായ്ക്കകത്ത് അധികം മസാലയൊന്നും ചേർക്കാതെ പച്ചമുളകും സവാളയും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒരു അടിപൊളി മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. ലഞ്ചിന് വേറെ ഒരു കറിയില്ലെങ്കിലും ഈ ഒരു മെഴുക്കുവരട്ടി മതി. നല്ല നാടൻ കോവയ്ക്കാണേ. ഇത് കണ്ടാൽ തോന്നും മുറ്റിയതാണെന്ന്, പക്ഷേ നല്ല പിഞ്ച് കോവയ്ക്കാണേ. അപ്പോൾ ഇത് കനം കുറച്ചരിയണം. അരിഞ്ഞിട്ട് സവാളയും പച്ചമുളകും, നമ്മൾ വെള്ളം ഒത്തിരി ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് തളിക്കുക മാത്രമേ ചെയ്യാവൂ. എന്നിട്ട് ആ വെള്ളത്തിൽ വെന്തതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് നല്ല വഴട്ടിയെടുക്കണം. അത് ആവശ്യത്തിന് ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു കയ്യിലിങ്ങനെ ഇച്ചിരി വെള്ളം തളിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എണ്ണയ്ക്കകത്തിട്ട് നല്ല വഴട്ടി എടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കൂടുതൽ മസാല ഇടുന്നതിനേക്കാട്ടിലും ഒന്നുകൂടെ ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ മെഴുക്കുവരട്ടി വയ്ക്കുമ്പം. ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ ചമ്മന്തിയും ഒരു മീൻ വറുത്തതും ഇതേപോലെ ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ കോവയ്ക്ക ആണെന്നുണ്ടെങ്കിൽ ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ നല്ലതാണ്. ചൂട് ചോറിൻ്റെ കൂടെ ഇച്ചിരി ചമ്മന്തിയും ഈ കോവയ്ക്ക മെഴുക്കുവരട്ടിയും ഒരു പീസ് മീനും കൂടെ വെച്ച് കഴിക്കണം. അടിപൊളി.